പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. RSP ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിന്നും നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പമാണ് പ്രേമചന്ദ്രൻ പത്രിക സമർപ്പിക്കാൻ എത്തിയത്. 4 സെറ്റ് പത്രികയാണ് സമർപ്പിച്ചത്. സത്യവാചകം ചൊല്ലിയാണ് സ്ഥാനാർത്ഥി പത്രിക സമർപ്പിച്ചത്. തുടർന്ന് സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ മാധ്യമപ്രവർത്തകരുമായി സംസാരിച്ചു. SDPIയുടെ വോട്ട് തള്ളാതെയാണ് NK പ്രേമചന്ദ്രൻ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി നൽകിയത്. മതേതര കക്ഷി അധികാരത്തിൽ വരാൻ പല പ്രസ്ഥാനങ്ങളും പിന്തുണ പ്രഖ്യാപിക്കും. UDF തീരുമാനത്തിന് ഒപ്പമുണ്ടോ എന്ന ചോദ്യത്തിന് ആലോചിച്ച് മറുപടി പറയാം എന്നായിരുന്നു പ്രേമചന്ദ്രൻ്റെ മറുപടി. പിന്തുണ വേണ്ടെന്ന് UDF തീരുമാനമെടുത്തതായി തനിക്കറിയില്ല. ഏത് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണം എന്നത് ഓരോരുത്തരുടെയും തീരുമാനമാണ്. SDPI പിന്തുണ വേണ്ടെന്ന് UDF തീരുമാനിച്ചതായി അറിയില്ലെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു. എനിക്കറിയില്ല UDF അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല. കഴിഞ്ഞ ദിവസം പാർട്ടി സെക്രട്ടറി ഷിബു ബേബി ജോൺ പത്രസമ്മേളനം മീറ്റ് ദ പ്രസിൽ പറഞ്ഞതും വേണ്ട എന്നും പറഞ്ഞില്ല, വേണമെന്നും പറഞ്ഞില്ല. അല്ല, അതാണ് ഇത്. ഓരോ സംഘടനകളും ഇപ്പോ ഒരു മതേതര ഗവൺമെന്റ് അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹമുള്ള സംഘടനകൾ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണ നൽകിയാൽ അത് മതേതര ഗവൺമെന്റ് രൂപീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പിന്തുണയാണ്. അതുപോലെ RSSൽ തന്നെയുള്ള BJPയിൽ തന്നെ ഒരുപക്ഷെ BJPയോടും RSSന്റെ നയങ്ങളോടും വിയോജിപ്പുള്ളവർ ഒരുപക്ഷെ വോട്ട് ചെയ്തേക്കാം. ഇതൊക്കെ അതാത് സംഘടനകൾ അവർ ഓരോ കാലഘട്ടത്തിന്റെയും രാഷ്ട്രീയം അനുസരിച്ച് സ്വീകരിക്കുന്ന നിലപാടുകളാണ്. എനിക്കറിയില്ല അത് UDF അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് അറിയില്ല. അത് ഞാൻ ആലോചിച്ചിട്ട് പറയാം. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അങ്ങനെ ഒരു തീരുമാനം കേട്ടില്ല. കഴിഞ്ഞ ദിവസം KPCC പ്രസിഡന്റ് പറഞ്ഞതും അതുപോലെ മറ്റു പലരും പറഞ്ഞതും വ്യത്യസ്തമായിട്ടുള്ള നിലയിലായിരുന്നു. പാർട്ടി സെക്രട്ടറിയുടെ നിലപാടാണ്. പാർട്ടിക്കും UDFനും എല്ലാം ഒറ്റ നിലപാടേ ഉള്ളൂ. ഒറ്റ നിലപാടേ പാർട്ടിക്കും UDFനുള്ളൂ. പാർട്ടി UDFന്റെ ഭാഗമാണ്. പാർട്ടിക്കും UDFനും ഈ കാര്യത്തിലൊക്കെ ഒറ്റ നിലപാടേ ഉള്ളൂ. എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം വ്യത്യസ്തമാണ്. UDF അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം. എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശവും അത് പ്രഖ്യാപിക്കാനുള്ള അവകാശവും ഏതൊരു സംഘടനയ്ക്കുമുണ്ട്. അവർക്ക് ഒരു മതേതര ജനാധിപത്യ ഗവൺമെന്റ് രാജ്യത്ത് അധികാരത്തിൽ വരാൻ CPMന്റെ വോട്ട് ബാങ്കിൽ ചോർച്ചയുണ്ടാകും. പതാക ഒളിപ്പിച്ചെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം നിലവാരമില്ലാത്തതാണ്. ഇന്നത്തെ പ്രകടനത്തിൽ കൊടി ഉപയോഗിക്കാതിരുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശപ്രകാരമാണെന്നും NK പ്രേമചന്ദ്രൻ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കൊല്ലം.